ചങ്ങാതിമാരെ ഒരു കിടുക്കാച്ച് മീൻകറി ഒരു രക്ഷയില്ല കേട്ടോ. ദേ സംഭവം തിളച്ച് മറിയുന്ന കാണുമ്പോൾ തന്നെ കൊതിയാന്നില്ല എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ ഒന്നും നോക്കില്ല, നേരെ മാർക്കറ്റിലേക്ക് വെച്ച് കിടക്കുന്നു. ദേ നല്ല ഫ്രഷ് അയലമീനം കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും നോക്കില്ല, ചങ്ങാതിയോടങ്ങ് പറഞ്ഞു 1 കിലോ അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. ചങ്ങാതി ഇതേ വാരിക്കൂട്ടി ഇതേ 1 കിലോ ഇതേ കവറിലേക്ക് ഇട്ട് നല്ല ക്ലീൻ ചെയ്ത് സെറ്റാക്കി വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ദേ ഇവനെ അങ്ങ് വയറൊക്കെ ഒന്ന് ക്ലീനാക്കി തലയൊക്കെ ഒന്ന് ക്ലീനാക്കി കഴുകി വൃത്തിയാക്കുന്ന ആദ്യത്തെ കലാപരിപാടിയാണ്. ആ കലാപരിപാടി നമ്മുടെ ചാനലായ ഷെഫ് നിബുദ് ആൽക്കെമിസ്റ്റ് ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതറാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത്. കാരണം എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച അയലക്കറി റെസിപ്പിയാണ്. സംഭവം പൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റായിട്ട് വിതരണം. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ കറി ഏതാണെന്നും ഏത് മീൻ വെച്ചുള്ളതാണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുന്നത്. എന്നിട്ട് ഇതുപോലെ മിക്സി ജാർ എടുക്കുക. ആ മിക്സി ജാറിലേക്ക് തേങ്ങാപ്പീര ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലേശം ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച ശേഷം ഇതുപോലെ അടച്ച് വെച്ച് ഇവനെ ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റാക്കി വെച്ച ശേഷം മാറ്റി വെക്കുക. ഇതുപോലൊരു ചട്ടി ചൂടാക്കാൻ വെക്കുക. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ചെറുള്ളി കുനുകുനാന്നരിഞ്ഞെടുത്തൊരു മറിമറിക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ അങ്ങ് മൂപ്പിക്കുക. ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ആ ചെറുള്ളി മൂക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ എൻ്റെ ചങ്ങാതി വരുന്നത്. ആ സ്മെല്ല് വരുന്ന വരെ ഇവനെ ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചുകൊണ്ടിരിക്കുക. മൂപ്പിച്ച് ഏകദേശം ഈ ഒരു പരുവത്തിനും പാകത്തിനൊക്കെ ആയി വരുമ്പോഴേക്ക് ഇതിലേക്ക് പച്ചമുളക് 2ആയി കീറിയതോ 3ആയി കീറിയാലും ഒരു കുഴപ്പമില്ല. എടുത്തൊരു മറിച്ച ശേഷം ഇതിനകത്ത് ഇങ്ങനെ ഇട്ടങ്ങ് മൂപ്പിക്കുക. കണ്ടോ, ഇത് രണ്ടും കൂടെ ഒന്ന് മൂത്തൊരു പരുവായി വരുമ്പോഴേക്ക് ഇതിലേക്ക് മസാലയായ മുളക് പൊടി ആദ്യം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട ശേഷം ചെറു ചൂടിൽ ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ മൂപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം പറയാൻ നമ്മുടെ നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ്, ചിക്കൻ, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, അങ്ങനെ വെറൈറ്റി വേണ്ടവർ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്. വേണ്ടവർ വാട്സപ്പിൽ ഹായ് എന്ന് മെസ്സേജ് ഇട്ടാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കൊറിയ വെച്ചാൽ ഏറ്റുമാനൂർ കോട്ടയത്തിലേക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാൻ കേട്ടോ. അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ ആ തേങ്ങ പേസ്റ്റ് വെച്ചിരിക്കുന്ന സാധനം കൂടെ ഈ ചട്ടിയിലേക്ക് ഇതുപോലെ ഇട്ട് ചെറു ചൂടിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു സ്മെല്ല് വരുന്ന വരെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂപ്പിച്ച് ഈ ഒരു പരുവത്തിനും പാകത്തിനും ആവണം. അവനിങ്ങനെ ഒന്ന് കളറ് മാറി ആ വെള്ളമയൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയിട്ട് ഈ രൂപത്തിലാക്കി എടുക്കണം. എന്ന ശേഷം ഇതുപോലെ ഒന്ന് ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഉലുവ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉലുവ ഒന്ന് മൂത്ത ശേഷം ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഏകദേശം ഈ ഒരു പരുവത്തിന് പാകത്തിനായി വരുമ്പോഴേക്ക് ഇതുപോലെ ഇഞ്ചി കുനുകുനാന്നരിഞ്ഞതായാലും നീളത്തിലരിഞ്ഞായാലും ഒരു കുഴപ്പമില്ല. എടുത്തൊരു മറിച്ച ശേഷം അവനെയും ഇതിലിട്ട് ഇങ്ങനെ അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഇത് ആ വെളിച്ചെണ്ണയ്ക്കകത്തിട്ടെങ്കിൽ മൂപ്പിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ എൻ്റെ ചങ്ങാതി വരുന്നത് കേട്ടോ. ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് നമ്മൾ ആ ചട്ടിക്കകത്തിട്ട് വരട്ടിയെടുത്ത് അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ അങ്ങ് മൂപ്പിക്കുക ഇതിലിട്ടങ്ങ്. ഈവൻ ഈ ഉരുളിക്കകത്തങ്ങ് മൂത്ത് വരുമ്പോഴേക്ക് ഒരു സ്മെല്ല് വരും കേട്ടോ എൻ്റെ ചങ്ങാതി. ഒരു രക്ഷയില്ലോട്ടോ, വേറെ ലെവലോട്ടോ എൻ്റെ ചങ്ങാതിമാരെ. ആ സമയമാകുമ്പോഴേക്ക് ഇതിലേക്ക് കുടംപുളി വെള്ളവും ലേശം കുടംപുളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ചൂടിലായി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തീയൊന്ന് കൂട്ടുക. ആ കൂട്ടിയിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതിമാരെ. ആ മിക്സ് ചെയ്യുന്ന സമയത്ത് അച്ചാർ ഓർഡർ ചെയ്യാൻ മറക്കരുത്. ഫോൺ നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, സ്റ്റോറിക്കകത്തൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഓർഡർ ചെയ്ത് തകർത്ത് പൊളിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു പരുവാകുമ്പോഴേക്ക് തേങ്ങാപ്പാലും കൂടെ എടുത്ത് ഒഴിക്കുക എൻ്റെ ചങ്ങാതിമാരെ. ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച ശേഷം, തേങ്ങാപ്പാൽ 2ആം പാലാണ് കേട്ടോ, ഫസ്റ്റ് പാലല്ല 2ആം പാലാണ്. ആ 2ആം പാലും കൂടെ ഒഴിച്ച ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനെ ഇങ്ങനെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഇവനെ ഇങ്ങനെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്ത ശേഷം ഇവനൊന്ന് തിളച്ചൊരു പരുവായി വരുമ്പോഴേക്ക് ഇതിലേക്ക് മീൻ ഓരോന്നായിട്ട് സ്ലോ മോഷൻ ഇട്ട് കൊടുക്കുക. കാരണം പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ അയല പീസ് ഇങ്ങനെ പീസാക്കി വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കുക. അത് സ്ലോ മോഷൻ ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പൊടിഞ്ഞു പോകും. അതുപോലെ തന്നെ ആ അരപ്പൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച ശേഷം മാത്രമേ ഇടാവുള്ളൂ. ഇട്ട ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യുക. നല്ല ഭംഗിയായിട്ട് അത്തപ്പൂക്കളം സെറ്റ് ചെയ്യിക്കുന്ന പോലെ അങ്ങ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത ശേഷം ഇതിന് മുകളിലേക്ക് ഈ അരപ്പ് ഇങ്ങനെ സ്ലോ മോഷൻ ഇട്ട് കൊടുക്കുക. ആ മീനിൻ്റെ മുകളിലേക്ക് അരപ്പ് ഇടുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ. കണ്ടിട്ട് കൊതിയാവുന്നില്ലേ? എനിക്ക് കണ്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ആ അരപ്പ് കൂട്ടി വേണം നമുക്ക് ഒരു ചെമ്പ് ചോറിനാൻ കേട്ടോ എൻ്റെ ചങ്ങാതിമാർ. ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് ആ അരപ്പ് ഇതിൻ്റെ മുകളിലേക്ക് എല്ലാം കൂടെ ഒന്ന് പിടിപ്പിച്ച് ഇതുപോലെ എല്ലാത്തിനും മുകളിലേക്കൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കിയ ശേഷം ഒന്ന് ചെറു ചൂടിലിങ്ങനെ വെച്ചങ്ങ് തിളയ്ക്കാൻ തുടങ്ങും കേട്ടോ. ആ തിളയ്ക്കുന്ന സമയമാകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട ശേഷം ലേശം കായപ്പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ചിലർ പറയും കായപ്പൊടി മീൻകറിയിൽ ഇടുമെന്ന്. മീൻകറി കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം വേറെ ലെവലാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഒരു മാക്സിമം
മാക്സിമം ഒരു 8 മിനിറ്റ് അല്ല 10 മിനിറ്റ് കൂടുതലൊന്നും വേണ്ട കേട്ടോ. അവനൊന്ന് തിളച്ചത് ഈ ഒരു നല്ല സ്മെല്ലായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് തേങ്ങാപ്പാൽ ഇതുപോലെ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിലേക്ക് സ്ലോ മോഷനിൽ ഒഴിച്ചു കൊടുക്കുക. ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കല്ലോ, ഓവറായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. ലേശം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ലേശം ഒഴിച്ച് കൊടുത്തിട്ട് സ്ലോ മോഷൻ തന്നെ ഇവനങ്ങ് മിക്സ് ചെയ്യുക കണ്ടോ. ഇതുപോലെ സ്ലോ മോഷൻ മിക്സ് ചെയ്യുക, കാരണം അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോകാതിരിക്കാനാണ് സ്ലോ മോഷൻ പ്രത്യേകം മിക്സ് ചെയ്യാൻ പറയുന്നത്. ഈ സംഭവം അങ്ങ് തിളയ്ക്കുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് ഇതേ ഇവൻ്റെ ഒരു പീസ് ഇച്ചിരി അരപ്പും ഇതേ നല്ല ചൂട് ചോറും കൂടെ ഉണ്ടെങ്കിൽ ആ ചൂട് ചോറിലേക്ക് നമ്മുടെ അച്ചാറും കൂടെ വരുത്തിച്ചിട്ട് ആ അച്ചാറിൻ്റെ ഒരു പീസ് ഇച്ചിരി അരപ്പും കൂടെ കൂട്ടി ഒരു പിടുത്തം പിടിച്ച എൻ്റെ ചങ്ങാതി സ്വർഗം മാമ. ഇതിൽ കൂടുതൽ സന്തോഷം വേറെ കിട്ടാനുണ്ടോ? അപ്പോൾ ഇതുപോലെയുള്ള മീൻകറികൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് വാരി വിതരാനും നമ്മുടെ അച്ചാറുകൾ സ്പെഷ്യൽ അച്ചാറുകളാണ് കേട്ടോ. വെറൈറ്റി ബീഫ് ഇടിച്ചത്, ചിക്കൻ അച്ചാർ, കേരമീൻ, ചെമ്മീൻ, ഉണക്ക സ്രാവ് അച്ചാർ, അങ്ങനെ പെരുന്നാളാണ് എൻ്റെ ചങ്ങാതിമാരെ. വാട്സപ്പ് നമ്മുടെ പേജ് കിടപ്പുണ്ട്, അല്ലെ സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട്. ഓർഡർ ചെയ്ത് തകർക്ക് എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഇതുപോലത്തെ മീൻകറിയും കൂടെ ഉണ്ടാക്കുക, സൈഡിലേക്ക് ഇത് അച്ചാറും കൂടെ വെച്ചിട്ട് ആ ചൂട് ചോറിൻ്റെ അകത്ത് ഇളക്കി എടുത്ത് പിടുത്തം പിടിച്ച സന്തോഷം.